നമസ്കാരം. വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടയാളെ കീഴ്പ്പെടുത്തിയ ബീഹാർ സ്വദേശി ശങ്കർ പസ്വാനെ പോലീസ് കണ്ടെത്തിയത് CCTV പരിശോധനയിൽ. 19കാരിയായ ശ്രീകുട്ടിയെ ആക്രമിച്ച സുരേഷ് എന്ന പ്രതിയെ കീഴടക്കിയതും ശ്രീകുട്ടിയുടെ കൂട്ടുകാരി അർച്ചനയെ പ്രതിയിൽ നിന്ന് രക്ഷിച്ചതും പസ്വാനായിരുന്നു. ബീഹാർ നളന്ദ സ്വദേശിയാണ് ശങ്കർ പസ്വാൻ. കൊച്ചുവേളിയിലാണ് താമസിക്കുന്നത്. കൊച്ചുവേളി വ്യവസായ ഏരിയയിലെ സ്ഥാപനത്തിൽ ജീവനക്കാരനാണ്. ട്രെയിനിലെ ആക്രമണവും ശങ്കർ പസ്വാന്റെ രക്ഷാപ്രവർത്തനവും വലിയ വാർത്തയായെങ്കിലും ഇദ്ദേഹം ഇതൊന്നും അറിഞ്ഞിരുന്നില്ലെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൊച്ചുവേളി വ്യവസായ ഏരിയയിലെ സ്ഥാപനത്തിൽ ജീവനക്കാരനായ ശങ്കറിനെ കണ്ടെത്തിയത്. കേരള എക്സ്പ്രസിന് വർക്കല കഴിഞ്ഞാൽ പേട്ടയിലും തിരുവനന്തപുരത്തുമാണ് സ്റ്റോപ്പുകൾ. രക്ഷാപ്രവർത്തനം നടത്തിയ ചുവന്ന ഷർട്ടുകാരൻ ഇറങ്ങിയത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. CCTVയിലാണ് ഇത് കണ്ടെത്തിയത്. ഓട്ടോറിക്ഷയിൽ കയറുന്ന CCTV ദൃശ്യവും പോലീസിന് കിട്ടി. ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടുപിടിച്ചതായിരുന്നു നിർണായകമായത്. രാത്രി സവാരി ആയതിനാൽ ചുവന്ന ഷർട്ടിട്ട ഒരാളെ കൊച്ചുവേളിയിൽ ഇറക്കിയത് ഓട്ടോ ഡ്രൈവർ ഓർത്തുവച്ചിരുന്നു. കൊച്ചുവേളി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് ശങ്കറിനെ കണ്ടെത്തിയത്. ശ്രീകുട്ടിയെ ആക്രമിച്ച സുരേഷ് എന്ന പ്രതിയെ കീഴടക്കിയതും ശ്രീകുട്ടിയുടെ കൂട്ടുകാരി അർച്ചനയെ പ്രതിയിൽ നിന്ന് രക്ഷിച്ചതും ഇതര സംസ്ഥാന തൊഴിലാളിയായ ശങ്കർ പസ്വാനാണെന്ന് പോലീസ് പറഞ്ഞു. കേസിലെ പ്രധാന സാക്ഷി കൂടിയായ ശങ്കറിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. രാത്രി ആയതിനാൽ ഇയാളെ കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവറെ തിരിച്ചറിയാനായില്ല. 100-ലധികം ഓട്ടോ ഡ്രൈവറുമായി സംസാരിച്ചു. തുടർന്നാണ് ശങ്കറിനെയും ഒരു സുഹൃത്തിനെയും കൊച്ചുവേളിയിൽ കൊണ്ടുവിട്ട വിവരം ലഭിച്ചത്. ഈ പ്രദേശങ്ങളിലെ കടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബീഹാർ സ്വദേശിയാണെന്നും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ വ്യവസായ സ്ഥാപനത്തിൽ ജീവനക്കാരനാണെന്നും കണ്ടെത്തുകയായിരുന്നു. പ്രതിയെ കീഴ്പ്പെടുത്തിയ ചുവന്ന ഷർട്ട് ധരിച്ചയാളെ തെരഞ്ഞുകൊണ്ട് പോലീസ് പരസ്യം ചെയ്തിരുന്നു. ചുവന്ന ഷർട്ട് ധരിച്ചയാൾ എന്ന് മാത്രമായിരുന്നു പോലീസിനുണ്ടായിരുന്ന സൂചന. പ്രതിയായ സുരേഷ് ശ്രീകുട്ടിയെ തള്ളിയിട്ടതിനു ശേഷം അർച്ചനയെ കൂടി ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ ചുവന്ന ഷർട്ട് ധരിച്ച വ്യക്തി ഓടിയെത്തുകയും ഒറ്റ കൈകൊണ്ട് അർച്ചനയെ ട്രെയിനിലേക്ക് തിരികെ പിടിച്ചു കയറ്റുകയും ചെയ്യുന്നത് CCTVയിൽ പതിഞ്ഞിരുന്നു. സുരേഷിനെ സാഹസികമായി കീഴ്പ്പെടുത്തുകയും ചെയ്തു. 2 തവണ യുവതികളുമായി പ്രതി സുരേഷ് കുമാർ വഴക്കിട്ടിരുന്നതായി ശങ്കർ പസ്വാൻ മൊഴി നൽകി. ശ്രീകുട്ടിയും അർച്ചനയും ഇരുന്നതിന്റെ എതിർവശത്തു നിന്ന് സുരേഷ് കുമാർ സിഗരറ്റ് വലിച്ചു. ഇവിടെ നിന്ന് പുകവലിക്കാൻ പാടില്ലെന്ന് യുവതികൾ പറഞ്ഞു. ഇതേ ചൊല്ലി വഴക്കുണ്ടായി. 15 മിനിറ്റിന് ശേഷം ട്രെയിനിലെ ഗാർഡ് എത്തി സുരേഷ് സിഗരറ്റ് വലിക്കുന്നത് ചോദ്യം ചെയ്തു. യുവതികൾ പരാതിപ്പെട്ടതുകൊണ്ടാണ് ഗാർഡ് എത്തിയതെന്ന് പ്രതി കരുതി. ഇതേ ചൊല്ലി വീണ്ടും തർക്കമായി. തുടർന്നാണ് ശ്രീകുട്ടിയെ തള്ളിയിട്ടത്. പിന്നീട് അർച്ചനയ്ക്ക് നേരെ പ്രതി തിരിഞ്ഞു. താൻ ചെല്ലുമ്പോൾ പ്രതിയുടെ കയ്യിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു അർച്ചന. പോലീസ് തന്നെ അന്വേഷിക്കുന്ന കാര്യം അറിഞ്ഞിരുന്നില്ലെന്നും ശങ്കർ പറഞ്ഞു. പ്രതി സുരേഷിനെ ഇന്നലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച് റെയിൽവേ പോലീസ് സംഭവം പുനരാവിഷ്കരിച്ചു. സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന കേരള എക്സ്പ്രസിലായിരുന്നു പുനരാവിഷ്കരണം. മദ്യപിച്ചിരുന്നതിനാൽ ട്രെയിനിൽ എവിടെ വച്ചായിരുന്നു സംഭവമുണ്ടായതെന്ന് ഓർമ്മയില്ലെന്നാണ് സുരേഷ് പോലീസിനോട് പറഞ്ഞത്.